ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എത്രയോ ജനക്ഷേമകരമായ പദ്ധതികളാണ് ത്രിതല പഞ്ചായത്തുകൾ മുഖേന ജനങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നുണ്ടോ? വികസനകാര്യ സെമിനാറുകൾ, അടങ്കൽ തുകകൾ, ഒട്ടേറെ ആസൂത്രണങ്ങൾ എല്ലാം വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തേണ്ടതിനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും തടസ്സമായി നിന്നാലോ, തുരങ്കം വെച്ചാലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടിമാലി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾക്ക് NOC നൽകാത്തതുണ്ട്. എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമൻ ചെല്ലപ്പൻ. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമൻ ചെല്ലപ്പൻ അവറുകളാണ്. സ്വാഗതം സാർ. സാർ, ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ബ്ലോക്കിനെ സംബന്ധിച്ച് അടുത്ത തവണയ്ക്കുള്ള വികസന സമിതിയുമായി ബന്ധപ്പെട്ട് ഒരു സംയുക്ത യോഗം വിളിച്ചത്. ആ സംയുക്ത യോഗത്തിൽ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരും കൃഷിക്കാരും എന്ന് വേണ്ട ആ ഉദ്യോഗസ്ഥ മേഖലയിൽ തന്നെ വൈവിധ്യമാർന്ന ആരോഗ്യ മേഖലയിൽ നിന്നും, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും, ശിശുക്ഷേമ സമിതിയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നതായി ഞാൻ കണ്ടു. ശരിക്കും നല്ലൊരു ചർച്ചയും നടന്നു. ഏതാണ്ട് 7,70,00,000 തുകയാണ് അടങ്കൽ തുകയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പശ്ചാത്തല മേഖല, സേവന മേഖല എന്നൊക്കെ പറഞ്ഞ് പല മേഖലകൾക്ക് ഏതാണ്ട് 13ഓളം മേഖലകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്, ഇല്ലേ? 13 ഏരിയ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിലേക്കാണ് ഈ തുക വീതം വെച്ച് പോകേണ്ടത്. സത്യത്തിൽ ഈ 7,70,00,000 അല്ലെങ്കിൽ 72 ലക്ഷം രൂപയോളം ഉണ്ടാവും. ഈ രൂപ ഈ 13 മേഖലകളിലേക്കായി വീതം വയ്ക്കുമ്പോൾ വളരെ കുറവല്ലേ? ഇതെങ്ങനെയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നന്നായി നടത്താൻ കഴിയുക? അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് സംബന്ധിച്ചോളം 5 ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ കീഴിലുള്ളത്. ഈ 5 ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ഒരു താലൂക്ക് ആശുപത്രിയും ചിത്രപുരം CHCയും ഉള്ള സമയത്ത് ഈ ഇത്ര തുക കൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുകയും എല്ലാ മേഖലയും തൊട്ടുരുമിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ ഹോസ്പിറ്റൽ സംബന്ധിച്ച് തന്നെ ഒരുപാട് പൈസ നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നത്, മറ്റു ബന്ധപ്പെട്ട എല്ലാ അനുബന്ധ പദ്ധതികളെല്ലാം നമ്മൾ ഈ ഫണ്ട് കൊണ്ടാണ് വിഹിതം വെക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ മെയിൻ്റനൻസും, അതോടൊപ്പം തന്നെ ചിത്രപുരം ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങുന്നതും, അതോടൊപ്പം തന്നെ മറ്റവിടുത്തെ അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത് ഈ 7,70,00,000 രൂപ കൊണ്ടാണ്. ഒരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഭരണസമിതി നമുക്ക് പറയാനുള്ളത്. ആശുപത്രിയിലേക്ക് നമുക്കിപ്പോൾ വരാം പ്രസിഡന്റ്. അതിനു മുമ്പ് നമുക്ക് ഈ പശ്ചാത്തല മേഖല ഉണ്ടല്ലോ, അത് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റോഡ് വികസനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ റോഡ് വികസനത്തിന് ഏതാണ്ട് പരിമിതമായ 5 ലക്ഷം രൂപ വരെയല്ലേ ബ്ലോക്ക് പഞ്ചായത്തിന് ചെലവാക്കാൻ പറ്റൂ? അത്രയേ ഉള്ളൂ. ഒരു വാർഡ് ഡിവിഷൻ മെമ്പർക്ക് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ് ഒരു വാർഡുകളിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു വാർഡ് എന്ന് പറയുന്നത്, ഒരു മെമ്പർക്ക് ഒരു വാർഡ് എന്ന് പറയുന്നത് 6-7 വാർഡുകളുണ്ട്. ആ വാർഡുകളിലേക്ക് ഇത്രയും തുച്ഛമായ തുക കൊണ്ട് എത്തിച്ചപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്നില്ല. ഈ 5 പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 100 വാർഡ് വരും, അല്ലേ? അത് വരും, കുറഞ്ഞത്. ഞാൻ അപ്രോക്സിമേറ്റ് കണക്കാ അങ്ങയുടെ മുന്നിൽ പറയുന്നത്, ഏകദേശ കണക്കാണ്. അതെ അതെ. ഒരു 100 വാർഡിലധികം കാണും. ഈ 100 വാർഡിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ വികസനം എന്ന് പറയുമ്പോൾ ആളുകൾ പ്രധാനമായിട്ടും റോഡ് മനസ്സിൽ കാണും. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്ന റോഡ് മാത്രമല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും റോഡ് ഒരു പ്രധാന ഗതാഗത മാർഗം ആയതുകൊണ്ട് മാത്രമല്ല, ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം സഞ്ചാര മാർഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് പലപ്പോഴും റോഡ് വികസനത്തിന്, റോഡ് മെയിൻ്റനൻസിന്, പുതുതായി റോഡ് വെട്ടുന്നതിനൊന്നും പലപ്പോഴും ഈ പരിമിതമായ തുകൊണ്ട് കഴിയാറില്ല. ഇത് പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഭരണകർത്താക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഡിവിഷൻ മെമ്പർക്ക് 6-7 വാർഡുള്ളപ്പോൾ ഒരുപാട് ദുർഘടമായിട്ടുള്ള അടിമാലി ഗ്രാമപഞ്ചായത്തല്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഷെഡ്യൂൾ മേഖലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെയുള്ള ഇതുവരെ ഒരു ഫണ്ടുകൾ പോലും എത്തിപ്പെട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തുച്ഛമായ ഫണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഒരു റോഡുകൾ പൂർണ്ണമായും അത് പണി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും, കുടിവെള്ളത്തിലും എല്ലാ മേഖലയിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുടിവെള്ളത്തിലും ആ പ്രശ്നമുണ്ടല്ലോ. കുടിവെള്ളവും രൂക്ഷമായ, പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ച ഈ ട്രൈബൽ മേഖല, നമുക്ക് അടിമാലിയൊക്കെ സംബന്ധിച്ച് 2 വശങ്ങളും, അടിമാലി പഞ്ചായത്തിൻ്റെ ഇരു കുന്നുകൾ, 2 പാർശ്വഭാഗങ്ങൾ രണ്ടിലും ധാരാളമായി ഗോത്രവർഗ വിഭാഗക്കാരുള്ളതാണ്. അതെ അതെ.
ഈ ഗോത്രവർഗ വിഭാഗക്കാർ അവർക്ക് കുടിവെള്ളം, റോഡ് എന്നൊക്കെ പറയുന്നത് വലിയൊരു പലയിടത്തും ഇപ്പോൾ റോഡായിട്ടുണ്ട്, ആക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൊരങ്ങാട്ടി മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങേ സൈഡിലെ തലനിരപ്പൻ മേഖലയിലേക്ക് അവിടെയിലൊക്കെ റോഡായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പൂർണ്ണ വികസനം ഇല്ലെങ്കിൽ പോലും ഈ റോഡില്ലാത്തതിൻ്റെ പേരിൽ അതിന് പരിമിതമായ ഫണ്ട് ഉള്ളൂ എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാതെ പലപ്പോഴും നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങൾ സ്വീകരിക്കുക ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? സാറ് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ഭരണസമിതി മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ മേഖലയിലെ റോഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കുടിവെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന പ്രശ്നങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് 7 കോടി ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ തരികയാണെങ്കിൽ ആ 7 കോടി 70 ലക്ഷം രൂപ ഇവിടെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായ രീതിയിൽ ഞങ്ങളൊരു പ്രതിസന്ധിയിലാണ് സത്യത്തിൽ ഈ ഭരണസമിതി എന്ന് പറയുന്നത്. ഈ ഭരണസമിതി മാത്രമല്ല, കോവിഡ് വന്ന കാലഘട്ടം മുതൽ ഞങ്ങൾ ഈ കോവിഡ് വന്ന കാലഘട്ടം മുതൽ ഈ ഭരണസമിതി ഭരിക്കുമ്പോഴും ആ പ്രതിസന്ധിയിൽ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ്, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ തുക തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇതേ തുക തന്നെയാണ്. ഈ തുക നമുക്ക് പൂർണ്ണമായും ഈ പറഞ്ഞതുപോലെ ഈ മേഖലകളിൽ ചെലവഴിച്ച് വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പരിധി വരെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സാറ് ആദ്യം ചോദിച്ച പോലെ തന്നെ നമ്മൾ ഇടേണ്ട സ്ഥലത്ത് നമ്മൾ പദ്ധതി ഇട്ടാൽ പോലും തന്നെ അവിടെ നമുക്കൊരു ഇത്ര മീറ്റർ, ഒരു 5 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഇത്ര മീറ്റർ എടുക്കാൻ പാടുള്ളൂ. അതിനകത്ത് ഈ പദ്ധതികളിൽ അവിടെയും ഒരുപാട് പരിമിതികളുണ്ട്. ഈ റോഡിന് ബ്ലോക്ക് പഞ്ചായത്ത് റോഡിന് പൈസ കൊടുക്കുകയാണെങ്കിൽ 6 മീറ്റർ വീതി വേണമെന്ന് നിർബന്ധമുണ്ടെന്ന് പറയുന്നു. അതിനകത്ത് വാസ്തവമുണ്ടോ? അത് ഗവൺമെന്റ് ഓർഡറിലാണ്. അതായത് ജനറൽ കാറ്റഗറിപ്പെട്ട മേഖലയിലേക്ക് 6 മീറ്റർ വേണമെന്നുള്ളതും ST കാറ്റഗറിപ്പെട്ട മേഖലയിലേക്ക്, ട്രൈബൽ മേഖലയിലേക്ക് 3 മീറ്റർ മതി. അത് ST വിഭാഗം താമസിക്കുന്ന മേഖല, ഗോത്രവർഗ മേഖലയാണെങ്കിൽ 3 മീറ്റർ മതി. 3 മീറ്ററിൽ മതി. പക്ഷേ ജനറൽ കാറ്റഗറി പെടുന്ന മേഖലയിലേക്കാണെങ്കിൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിലോ, ഷെഡ്യൂൾ കാസ്റ്റിൽ SC വിഭാഗം ആണെങ്കിൽ 3 മീറ്റർ മതി അവരുടെ കോളനിയിലേക്ക്. അത് പല മേഖല തൊട്ടുരുമി പോകുന്നതുകൊണ്ട് തന്നെ 3 മീറ്റർ പറ്റത്തില്ല, 6 മീറ്റർ തന്നെ വേണം. ആണ്. അപ്പൊ ഈ ഒട്ടേറെ മേഖലകളുണ്ടല്ലോ. ഇപ്പൊ വനിതാക്ഷേമം, വിനോദസഞ്ചാരം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ മേഖലകളിലേക്ക് പൈസ പോകേണ്ടതുണ്ടല്ലോ പ്രസിഡന്റ്. ഈ കഴിഞ്ഞ തവണ നമ്മൾ പൂർണ്ണമായും പൈസ എക്സ്പെൻഡിച്ചർ ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചത്. അതിനെന്താണ് തടസ്സമായി നിന്നത്? കഴിഞ്ഞ വർഷം എക്സ്പെൻഡിച്ചർ ആയില്ല എന്നല്ല, കുറേ എക്സ്പെൻഡിച്ചർ വന്നതിന് കാരണം വെച്ചാൽ ഈ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു കുറേ മേഖല ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ ഫീസിബിലിറ്റി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് ഷെഡ്യൂൾ അല്ലാത്തതുമായിട്ടുള്ള മേഖലകളുണ്ട്. അപ്പോൾ അവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടസ്സങ്ങളുള്ളതിൻ്റെ പേരിൽ പല പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ നമുക്ക് പശ്ചാത്തല മേഖലയും സേവന മേഖലയും കൊടുക്കേണ്ട പൈസ സമയത്ത് നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമുക്ക് 2-2.5 മാസം ഉണ്ട് അല്ലേ? ഇനിയും പൈസ ചെലവഴിക്കാനും നമുക്ക് സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് അവസാനം പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലോക്കിലും അവസാനം ഈ പൈസ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു തീവ്രയത്ന പരിപാടി നടത്തുമോ? ഞങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം തീവ്രയത്നം നടത്തിയിരുന്നു. എന്നിട്ട് പോലും പല കാരണങ്ങളാൽ നമുക്കത് ഒരു 35 ലക്ഷം താഴെ വരെയുള്ള പൈസകൾ നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ലാപ്സായി പോകുമോ? അത് ലാപ്സായി പോകില്ല. നമ്മൾ വേറെ എന്തെങ്കിലും പദ്ധതികൾക്കായിട്ട് പ്രയോജനപ്പെട്ട രീതിയിൽ, അതായത് ഗവൺമെൻറ് പറയുന്ന തരത്തിലേക്ക്, നിയമങ്ങൾ പറയുന്ന അനുസരിച്ചുള്ള പദ്ധതികൾക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ പദ്ധതി അങ്ങോട്ട് നമ്മൾ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പൈസ എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ ഇത് പിൻവലിച്ചിരുന്നു എന്നുള്ളതാണ്. അടിമാലി ബ്ലോക്കിൻ്റെ കീഴിൽ പലപ്പോഴും ഈ ഫോറസ്റ്റ് ഏരിയ, അങ്ങിപ്പോൾ സൂചിപ്പിച്ച ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, നന്നായിട്ടുണ്ട്. അവിടെ വന്യമൃഗശല്യം വല്ലാതെ ഉണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ കാർഷിക വിളകൾക്ക് വില കിട്ടാത്ത പ്രശ്നമുണ്ട്. കർഷകർ സത്യത്തിൽ ഈ വല്ലാത്ത ഇപ്പോൾ കേരളത്തിലെമ്പാടും, വയനാട്ടിൽ ഇന്ന് സത്യത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വലിയ ബഹളം നടക്കുന്നുണ്ട്. കടുവ ഒരാളെ, ഒരു സ്ത്രീയെ കൊല്ലുക മാത്രമല്ല പാതി ഭക്ഷിക്കുകയും ചെയ്തു. അത്രമാത്രം ദുഃഖകരമായ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ അടിമാലിയിലുമായി ബന്ധപ്പെട്ട് ഈ വന്യജീവി ശല്യം കർഷകരെ സംബന്ധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ ഒരു കാറ്റഗറി പെട്ടെന്ന നിലയിൽ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പല ഒരു കർഷകൻ കൂടി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ താമസിക്കുന്നത് അടിമാലിൽ നിന്നും 9 കിലോമീറ്റർ ഉള്ളിലാണ് താമസിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് പോലും ഞാൻ പലപ്പോഴും കാട്ടുമൃഗങ്ങൾ കാണാറുണ്ട്. എൻ്റെ വണ്ടി നിർത്തി കൊടുത്ത് അവർക്ക് പോകാൻ സാഹചര്യം കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം
ഷെഡ്യൂൾ മേഖല മാത്രമല്ല കർഷകരുടെ, അതായത് ശരിക്കും ഇവിടുത്തെ അടിമാലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന കർഷക മേഖലയാണ്. അടിമാലി ടൗണിൽ മാറി അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും താമസിക്കുന്നതും കർഷകരാണ്. ക്ഷീര കർഷകർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഏല കർഷകരുണ്ട്, അത് അല്ലെങ്കിൽ വാഴയും മറ്റു സകല കർഷക ചെയ്യുന്ന ആളുകളാണ്. ഇതെല്ലാം ഇപ്പോൾ ഒരു വീട് മുറ്റത്ത് ചേമ്പ് നട്ടാൽ പോലും ആ ചേമ്പ് പോലെ കിട്ടില്ല തരത്തിലേക്കുള്ള ആ ഒരു അനുബന്ധ രീതിയിലാക്കാണ് നമ്മുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വന്നിരിക്കുന്നത്. അന്ന് ആ സംയുക്ത യോഗത്തിൽ 2-3 കർഷകർ അവരുടെ ആവലാതികൾ പറയുന്നത് കേട്ടു. സത്യത്തിൽ നിന്ന് അവരുടെ ഹൃദയം പൊട്ടിയാണ് അത് പറയുന്നത്, അല്ലേ? ഇത് സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ഭരണകർത്താക്കളിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുരങ്ങ്, പന്നി, കാട്ടുപോത്ത്, കാട്ടാന, ഇത്രയും മൃഗങ്ങളാണ് പ്രത്യക്ഷമായി നമ്മളെ ഇവിടെ ശല്യം ചെയ്യുന്നത്. ഈ എന്ത് പ്രതിരോധ നടപടികളാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് അതിനുവേണ്ടി സ്വീകരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ മേഖലയിലേക്ക് കർഷകർക്ക് എന്തെങ്കിലും സാമ്പത്തിക സംവിധാനം കൊടുത്ത് സഹായിക്കാൻ മാത്രമല്ലാണ്ട് ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രതിനിധികളാണ്, അവരുടെ കീഴിലാണ് ഈ കർഷകരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരമാവധി ഈ പറഞ്ഞ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് മീറ്റിംഗ് വിളിക്കുകയും ഇവരുടെ ദുരിതങ്ങൾ അകറ്റുന്നതിന് വേണ്ടി ഒരു ഫെൻസിങ് പോലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിക്കുകയും ആ ഡിപ്പാർട്ട്മെൻറ്റ് പൈസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ 3 പ്രാവശ്യം തന്നെ ഞങ്ങൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇവരെ വിളിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിവിധി കണ്ടെത്തുന്നതിന് വേണ്ടി സംസാരിച്ചിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ്. അതിന് കാരണമുണ്ട്. അവർ നിഷേധാത്മകമായ, ജനത്തിന് ഹിതകരമല്ലാത്ത, തീർത്തും നിഷേധാത്മകമായ ചില നയങ്ങൾ സ്വീകരിക്കുന്ന അവർ ഒരുപക്ഷെ അവരുടെ നിയമത്തിൻ്റെ ഭാഗമാകാം എന്നൊക്കെ അവരും പറയുന്നുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ പോലും ഈ നിങ്ങൾ ഭരണകർത്താക്കൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിക്കുമ്പോൾ ഈ ജനങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളിത് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സംയുക്തവും വിളിച്ച സമയത്ത് അന്ന് റേഞ്ച് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരെല്ലാം FSI ഉള്ള മറ്റു ആൾക്കാരെ ഇവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുകളിൽ തന്നെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു ജനങ്ങളെ സംരക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അവർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് കഴിയുമെങ്കിൽ, അവർക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല എന്നാൽ കണ്ണടച്ചാൽ പോലും തന്നെ അത് ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനസ്ഥ കൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു മൃഗസ്നേഹികൾ ഒരു ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്ത് മസ്തകത്തിന് പരിക്ക് പറ്റിയ ഒരാനയെ രക്ഷിക്കണം, തീർച്ചയായിട്ടും അതിനും ഔഷധം കൊടുക്കണം, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണം, അതിനെ രക്ഷിക്കുക വേണ്ടെന്നല്ല. പക്ഷെ അതിൻ്റെ പിന്നാലെയാണ് ഇന്നത്തെ വാർത്ത മുഴുവൻ, ജനം മുഴുവൻ. ഇവിടെ എത്രയോ മനുഷ്യരുടെ, എത്രയോ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ കഥകളുണ്ട്. നമ്മുടെ കഥകളെല്ലാം സംഭവങ്ങളാണല്ലോ, അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് ആനയെ രക്ഷിക്കണം അല്ലെങ്കിൽ മൃഗത്തെയൊക്കെ രക്ഷിക്കണം വേണ്ടെന്നല്ല. പക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിലേക്ക് വാർത്താമാധ്യമങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങുകയാണ്. മനുഷ്യന് വിലയില്ല, കാട്ടിലെ മൃഗങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഞങ്ങളും അത് തന്നെയാണ്. ഇപ്പം ഇവർ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ മൃഗങ്ങളെ പോലെ തന്നെ മനുഷ്യൻ്റെ ജീവനും ഞങ്ങളത് അതിൻ്റെ വില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞത്. ഞാൻ അതിന് തുടർന്ന് വേറെ മറ്റു തരത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കാട്ടിലോട് ചേർന്ന് കിടക്കുന്ന കർഷകരും അതോടൊപ്പം തന്നെ അതിൽ കിടക്കുന്ന ഷെഡ്യൂളായിട്ടുള്ള ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളും ഇവരെ പോലും അവർക്ക് ഈ മരിക്കുമ്പോൾ 10 ലക്ഷം കൊടുക്കുന്നത് കൊണ്ട് കാര്യമില്ല. തിരിച്ച് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് വന്ന് ഇവരുടെ എന്ത് സംവിധാനം ചെയ്യാൻ പറ്റും, ത്രിതല പഞ്ചായത്ത് കൊണ്ട് ചെയ്യാൻ പറ്റും, സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് തരുന്നുണ്ടെങ്കിൽ ത്രിതല പഞ്ചായത്ത് പൂർണ്ണമായും ആ പദ്ധതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ ആ കാര്യത്തിൽ പ്രസിഡന്റ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ ഒന്നും കൊടുക്കുന്നതിലല്ല കാര്യം. ആളുകൾ കൊല്ലപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ കടുവ ഭക്ഷിക്കുക, അത് നരഭോജികളായ മൃഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു, നമ്മുടെ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നു, എന്നിട്ട് മനുഷ്യനെ തിന്നുന്നു. ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ സഹിക്കാനാവാത്ത വളരെ അസഹ്യമായ കാര്യങ്ങളായി പറയുന്നത്. എന്നിട്ടും ആളുകൾ സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര കാര്യം. അവർ പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ട്. അതുപോട്ടെ, ഏതായാലും അത് അങ്ങനെ നിൽക്കുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് മറ്റേ ഈ കുരങ്ങ്, പന്നി പോലുള്ള മൃഗങ്ങളുടെ ശല്യമാണ്. കുരങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടുന്നില്ലല്ലോ, ഇല്ലേ? തേങ്ങ കിട്ടുന്നില്ല മനുഷ്യന്, അല്ല അതുപോലെ വാഴപ്പഴം അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ആളുകൾ വളരെ സങ്കടം പറയുന്നത് കേട്ടു. ഇതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനകത്ത് ഇവരുടെ നിയമനിർമ്മാണങ്ങളിൽ ഒരു വ്യവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ജനങ്ങളുടെയും ജീവിച്ചു പോകേണ്ടവരാണ്, മൃഗങ്ങൾ ജീവിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതൊരു നിയന്ത്രണം വരുത്തേണ്ടത് ഈ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം വേറെ ഒരു സംവിധാനത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു സമീപനത്തോടു കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ
നമുക്ക് വല കെട്ടുക എന്ന് പറഞ്ഞാലും ഈ പറയുന്ന കാട്ടുപന്നിയാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുരങ്ങിനെ പിടിച്ചെത്താൻ പറ്റത്തില്ല. ഇതിലൊരു സാങ്കേതികമായിട്ട് അത് ഇവരുടെ മാറ്റി നിർത്താനുള്ളൊരു വനവാസ സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് ശരിക്കും ഈ പറയുന്ന ആനയും പിന്നെ കാട്ടുപന്നികളുടെയും കുരങ്ങിൻ്റെയും ഒക്കെ ശല്യം നമുക്ക് ഒരു പരിധി ഒഴിവാക്കാൻ പറ്റുള്ളൂ. ആ നിയമനിർമ്മാണങ്ങളിൽ എപ്പോഴും വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ടുവരും, ജനങ്ങളെയും സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ മൃഗത്തെ സംരക്ഷിക്കും. നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള മൃഗങ്ങളെ യാതൊരു മനുഷ്യനെ കൊല്ലുന്നില്ല, ഒരു കുരങ്ങൾ വന്ന് കൊല്ലുന്നില്ല, ഒരു മൃഗങ്ങൾ ശല്യം ചെയ്യുന്നില്ല. കേരളത്തിൽ മാത്രം ഇത്തരം വ്യവസ്ഥ വരുന്നതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഇവിടെ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യക്കുരുതി സംഭവിക്കുന്നുണ്ട് അവിടെ. അത് ഇപ്പൊ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോട്ടെ, ആനയായിട്ടും പന്നിയായിട്ടൊക്കെ മനുഷ്യനെ കൊല്ലുന്നുണ്ട്. ഇത് വല്ലാത്തൊരു ദുരന്തമായി കേരളത്തിൽ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. ഈ വനം വകുപ്പുമായി ചേരുന്ന സംയുക്ത യോഗങ്ങളിൽ തീർച്ചയായും അത് ഗൗരവത്തോടെ പ്രസിഡന്റ് ഇക്കാര്യം അവതരിപ്പിക്കില്ലേ? അവതരിപ്പിക്കും, തീർച്ചയായിട്ടും അവതരിപ്പിക്കും. കാരണം ജനത്തിന്റെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുന്ന ഏതൊരു കേസായാലും അത് കാരണം സർക്കാരും ഈ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനമൊക്കെ ജനജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഭൂമിയുടെ അവകാശികളാണ്, മറ്റു ജീവികളല്ല, ഉറുമ്പല്ല, ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ അവർക്ക് ജീവിക്കുന്നതിനപ്പുറത്ത് ഒരുപക്ഷെ അവർ അതിനേക്കാൾ പ്രാധാന്യം മനുഷ്യ ജീവന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു ജീവികൾക്കൊക്കെ അവകാശം ഇല്ലെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. ആ പാരിസ്ഥിതികവും സാമൂഹികവുമായ അവകാശമൊക്കെ അവർക്കുണ്ട്. പോട്ടെ, നമ്മുടെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ വിനോദസഞ്ചാര മേഖലയാണ് മൂന്നാർ. പ്രസിഡന്റ് അറിയാം, നമ്മുടെ അടിമാലി ടച്ച് ചെയ്താണ് ഒട്ടുമിക്ക സഞ്ചാരികളും മൂന്നാറിലെത്തുന്നത്. ഏതാണ്ട് മൂന്നാറിലെത്തുന്ന ലക്ഷക്കണക്കിന് സഞ്ചാരികളിൽ 90% അടിമാലി ടച്ച് ചെയ്താണ് പോകുന്നത്. പക്ഷെ അടിമാലിക്ക് ഈ വിനോദസഞ്ചാരത്തിന്റെ വലിയ ഗുണങ്ങൾ കിട്ടുന്നു എന്ന് പ്രസിഡന്റിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മളെ പഴയ ആ രീതിയിലുള്ള ഒരു സംവിധാനമല്ല അടിമാലിയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ നിരക്ക്. കാരണം ഒന്ന്, നമുക്ക് അവർ ആസ്വദിച്ച് വരുന്ന തരത്തിലേക്കുള്ള സമീപനമല്ല നമ്മുടെ ഈ പ്രദേശം ഹൈറേഞ്ച് മേലെ കടന്നു വരുന്ന ടൗൺ എന്ന നിലയിൽ അടിമാലിയിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാനും അതിൻ്റെ സാഹചര്യ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ മൂന്നാറിലേക്ക് പോകുന്നത്. ഇപ്പോൾ മൂന്നാർ പോലും ടൂറിസ്റ്റുകളുടെ കടന്നയറ്റം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ വെച്ച കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 ലക്ഷത്തോളം വരുന്ന ടൂറിസ്റ്റുകൾ അടിമാലി വഴിക്ക് തന്നെ മൂന്നാറിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അടിമാലി തങ്ങുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥല സൗകര്യങ്ങളുടെ അവർക്ക് കാര്യങ്ങൾ ഒന്ന്, അതോടൊപ്പം തന്നെ ജനങ്ങളെ ഇപ്പോൾ പറഞ്ഞ ടൂറിസ്റ്റുകളെ അവരെ ആകർഷിക്കാൻ തക്ക രീതിയിലുള്ള പ്രൊജക്റ്റുകളില്ല എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് ഞാൻ കരുതുന്നത്. കാരണം വനത്തിനോട് ചേർന്ന് വന്ന ആദ്യത്തെ കവാടം എന്ന് പറയുന്ന അടിമാലി തന്നെ വളരെ മുതൽ ഈ മോളിൽ 2-ാം മൈൽ വരെയുള്ള പ്രദേശങ്ങളിൽ എന്തിനാണ് അങ്ങ് നേരുമംഗലം പാലം തൊട്ട് അതാണ് പറഞ്ഞത്. ഞാൻ നേരുമംഗലം പാലം മുതൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് സംവിധാനത്തിലുള്ള മേഖലയുണ്ട്. പക്ഷേ അതിനകത്തെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തടസ്സമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല മേഖലയിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്കതിലുള്ള ഒരു പ്രൊജക്ട് തയ്യാറാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ത്രിതല പഞ്ചായത്തിനുണ്ടായിട്ടുണ്ട്. വളരെ ഇന്നോവേറ്റീവായ ചില പ്രോജക്റ്റുകൾ ഒരുപക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ അവരുടെ സമ്മതം ആവശ്യമില്ലാതെയൊക്കെ അപ്പോൾ അങ്ങിപ്പോൾ ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞു, 1 കൊല്ലം തികച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല. അപ്പോൾ അങ്ങയുടെ അധികാരം വിടുകയാണ്. അധികാരം തുടർന്ന് അങ്ങ് വരില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത്തരത്തിലല്ല. ഇപ്പോഴത്തെ 5 വർഷത്തെ ഭരണം തീരുകയാണ്. ഈ 5 വർഷത്തിനിടയിൽ ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെടുത്തി ഈ സഞ്ചാരികളെ അടിമാലിയിൽ ഒന്ന് തങ്ങാൻ പ്രേരിപ്പിക്കുന്ന തലത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? ഞങ്ങളങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിച്ചിരുന്നതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ ആലോചിച്ചിരുന്നതാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഫണ്ട് വെക്കുകയും ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിൻ്റെ ഒരു പ്രോജക്റ്റ് തരുന്നത്, അതായത് ഈ വിദേശികൾ വരികയാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ഥല സൗകര്യം നമുക്ക് കിട്ടാത്ത കൊണ്ടും സ്ഥലം വാങ്ങിച്ചുകൊണ്ട് പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ആ പദ്ധതി നമ്മൾ നടപ്പാണ്. നല്ല ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ നമുക്ക് ഇല്ലാതെ പോകുന്നു എന്ന് പ്രസിഡന്റിന് തോന്നുന്നുണ്ട്. ഇച്ഛാശക്തി ഭരണസമിതികൾ ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് എന്നെ ചോദിച്ചാൽ എനിക്കതങ്ങനെ തീർത്ത് പറയാൻ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുന്നത്, ഓരോ ഇതിനകത്ത് എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ അടിമാലി വികസനങ്ങൾക്ക് വേണ്ടി ഇതിന് മുമ്പിരുന്ന ഭരണസമിതികളും ഇപ്പോൾ എന്നെ വരെയിൽ ഞാൻ വരെയുള്ള ഭരണസമിതികളെല്ലാം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പോലും പല സാങ്കേതിക കാരണങ്ങൾക്കാൽ, ഗവൺമെൻറ് അനുമതി കിട്ടാത്ത കാരണങ്ങളാൽ, അല്ലെങ്കിൽ ഈ ഭരണസമിതി ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റാത്ത ഓരോ നിയമ തടസ്സങ്ങളിലുള്ളത് കൊണ്ട് ചില പദ്ധതി നടപ്പിലാക്കാൻ പോയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. പല പഞ്ചായത്തുകളുടെ വാർഡുകൾ കൂടിച്ചേരുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് ആകെ തുക 7,70,00,000 ചില്ലുവാനും രൂപയാണ്. എന്നാൽ അടിമാലി പഞ്ചായത്തിന് മാത്രം ഒരു പദ്ധതിക്കും കീഴിൽ, പ്രധാനമന്ത്രിയുടെ ഒരു യോജനാ പദ്ധതി അല്ലേ, അതിന്റെ കീഴിൽ 12 കോടി രൂപ വരുന്നുണ്ട്. അത് അടിമാലി ബ്ലോക്ക് മുഖേനയാണോ ആ തുക ചെലവാക്കുന്നത്? ജില്ലാ സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വാട്ടർഷെഡ് പദ്ധതി എന്ന് പറഞ്ഞാൽ BMK വൈസ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടൂറിസ്റ്റ് മേഖല നമുക്ക് കുറേ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് ഇവിടുത്തെ ജലസ്രോതസ്സും കർഷകരുടെ പ്രശ്നങ്ങളും കർഷകർക്ക് വേണ്ടിയുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിച്ചെടുത്തുകൊണ്ട് ഇവിടെ ഉൽപ്പാദനങ്ങൾ നടത്തി ഇവിടെ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാത്രമാണ് പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. ആ പദ്ധതി വരുന്നതേ ഉള്ളൂ, അതെയോ? അല്ല, ഇപ്പം നിലവിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബ്ലോക്കിന്റെ സഹായത്തോടു കൂടിയാണ്. ബ്ലോക്കിന്റെ സഹായത്തോടു കൂടിയാണ്. പഞ്ചായത്തിന്റെ ഞങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ മെമ്പർമാരുടെ അനുസരിച്ചാണ് നമ്മൾ ഓരോ വാർഡുകളിൽ. പ്രധാനമായിട്ടും കുടിവെള്ള പദ്ധതിയാണ്. കുടിവെള്ളമുണ്ട്, അല്ലാതെ തന്നെ അല്ല തണ്ണീർത്തടമുണ്ട്. അതോടൊപ്പം തന്നെ കർഷകർക്ക് നേരിട്ട് പിന്നെ കൃഷി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതായത് എല്ലാ സാധനങ്ങളും, അതായത് കൃഷിക്ക് അനുയോജ്യമായ ജാതി, കൊക്കോ, അല്ലെ മറ്റ് കൃഷി അനുബന്ധ എല്ലാ വരുന്ന സാധനങ്ങളും, അതായത് നമ്മുടെ ആട്, പശു, കോഴി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി നടത്തിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വാട്ടർഷെഡിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആ ഫണ്ട് ചെലവഴിക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലോക്ക് പഞ്ചായത്തിന് പൊതുവെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അതെന്താണ്? വിദ്യാഭ്യാസം നമുക്ക് ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യാറുള്ളൂ. കാരണം ഇവിടെ അങ്ങനെ ചെയ്യുന്നത് SC/ST കാറ്റഗറിപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പഠനമുറികളും അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. അങ്ങനെയൊക്കെ അവിടെ എന്തെങ്കിലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ? ഒരിക്കലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പ്രഖ്യാപിക്കാൻ കഴിയണമെന്ന് അങ്ങനെ മനസ്സിലുണ്ടായെങ്കിൽ തന്നെ നമുക്ക് ഫണ്ടിന്റെ അപര്യാപ്തത ഉള്ളതിന്റെ പേരിലും അതോടൊപ്പം തന്നെ നമുക്ക് ഗവൺമെന്റ് ബ്ലോക്ക് പഞ്ചായത്തിന് ഒരിക്കലും സ്കൂളുകളില്ല. അപ്പോൾ അങ്ങനെ മിക്കവാറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് സ്കൂളിൽ ഒരു ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ മറ്റു വിദ്യാരംഗം കലാസാഹിത്യ വേദിയോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഒരു പ്രോജക്റ്റ് അങ്ങ് പ്രഖ്യാപിച്ചേക്കുമെന്ന്. ആ ഒരു സംവിധാനത്തോട് ഞാൻ രണ്ട് മൂന്ന് സ്കൂളുകൾ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. അത് എനിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നടപ്പിലാക്കാൻ പോകുന്നു. അതായത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള 9 സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് എന്ന് പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കി അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഉടനെ തന്നെ ആവും. രണ്ടാമതും നമ്മുടെ അടിമാലി നമുക്ക് പ്രൈവറ്റ് സ്കൂളുകൾ, അത് SNDP പോലുള്ള സ്കൂളുകളും അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് സ്കൂളല്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ നമുക്ക് ടോയ്ലറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുഭവം സംബന്ധിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതും നമുക്ക് ഗവൺമെൻറ് പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് അംഗൻവാടി ഉണ്ടല്ലോ, നമുക്ക് -2 കുട്ടികൾ, അത്തരം കുട്ടികൾക്കുള്ള ഫുഡ് ഒക്കെ ബ്ലോക്ക് വഴിയാണ് പോകുക. അതെ, അതാണ് പോകുക. ICDS പ്രോജക്റ്റ് നമ്മുടെ കീഴിലാണ്. ICDS പ്രോജക്റ്റ് നമ്മുടെ കയ്യിലാണ്. നമ്മളത് ക്രമാതീതമായി അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അതായത് കുട്ടികൾക്ക് ആരോഗ്യകരമായും നല്ല രീതിയിലുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ICDSൽ നിർദ്ദേശം കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെയാണ് ഈ ഫണ്ടിങ് അവർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠന ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ശേഷിയായിട്ട് കിടക്കുന്ന മറ്റേ നമ്മുടെ ചെവികളിലെ കൈകളില്ലാത്ത അങ്ങനെ കുട്ടികൾക്കെല്ലാം ഉള്ള സാധനങ്ങൾ കൊടുക്കുന്നതെല്ലാം നമ്മൾ ഇതിന് കീഴിൽ തന്നെ. കാഴ്ച പരിമിതിയുള്ള, അതുപോലെ തന്നെ ശ്രവണ പരിമിതിയുള്ള, അങ്ങനെ പരിമിതരായ കുട്ടികൾ ഒട്ടേറെ ഉണ്ട്. ചലന വൈകല്യമുള്ള കുട്ടികൾ, ഓഡിഷൻ സെന്റർ പോലത്തെ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയുള്ള ഈ അപ്ലയൻസസ്, അതായത് സഹായ ഉപകരണങ്ങൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഈ ശ്രവണ സഹായിക്കൊക്കെ നല്ല വിലയുണ്ട്. അതൊക്കെ നമ്മൾ ഉയർന്ന വിലയുള്ള 3% ഫണ്ട് നമ്മൾ ഈ ICDS നമ്മൾ കൊടുക്കുമ്പോൾ അവരാണ് ഈ അംഗൻവാടികളുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളർന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇന്റീരിയർ വർക്ക് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് കുറെ കൂടി സൗഹൃദകരമായ, പഠനത്തിന് സൗഹൃദകരമായ ഒരു അന്തരീക്ഷം അതിനകത്തുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി മാറ്റങ്ങളുണ്ട്. കുട്ടികൾക്കും ഉണ്ട് ആ മാറ്റം. കാരണം കുട്ടികളെ കുറെ കൂടി മനഃശാസ്ത്രപരമായി, കുറെ കൂടി ശാസ്ത്രീയപരമായി ഒക്കെയാണ് അവർക്ക് അധ്യാപകർക്ക് ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്, പരിശീലനവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അംഗൻവാടി അധ്യാപകരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വേണ്ടത്ര ഒരു വർധനവ് കാണുന്നില്ല. അതെന്തായിരിക്കും കാര്യം? അത് ശമ്പളം കൊടുക്കുന്നത് തിരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അല്ല എന്നുള്ളത് യാദൃശ്യം അറിയാമല്ലോ. തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ആണ് അത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവരുടെ ഈ കുട്ടികളുടെയും അംഗൻവാടിയുടെ മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ടി സംവിധാനം ചെയ്തു കൊടുക്കാമെന്നല്ല, ശമ്പള പരിഷ്കരണങ്ങളും നിയമനം നടത്തുന്നതെല്ലാം ഈ പറഞ്ഞ ഗവൺമെൻറ് നേരിട്ടുള്ള സംവിധാനമല്ല. ഇടയ്ക്ക് റെസൊല്യൂഷനൊക്കെ പാസ്സാക്കി അയച്ചുകൂടെ? ഞങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ചെയ്യാം. നമുക്ക് ആശുപത്രിയിലേക്ക് വരാം പ്രസിഡന്റ്. പ്രധാനപ്പെട്ട 2 ആശുപത്രി, ഒന്ന് താലൂക്ക് ആശുപത്രി അടിമാലി, മറ്റൊന്ന് CHC അല്ലേ, ചിത്തിരപുരം. രണ്ടും പ്രധാനപ്പെട്ട ആളുകളാണ്. 100 കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് പ്രസിഡന്റിനോട് ചോദിക്കുന്ന ഒരു കാര്യം, നമുക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ OP ഉച്ചവരെയുള്ളൂ, ഔട്ട് പേഷ്യൻസ് വിഭാഗം. എന്നാൽ ചിത്തിരപുരം ആശുപത്രിയിൽ അത് 6 മണി വരെയുള്ളൂ. മിക്ക ആശുപത്രികളിൽ അത് വൈകുന്നേരം വരെയുണ്ട്. നമുക്കിവിടെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാഷ്വാലിറ്റിയിൽ കയറണം. എന്തുകൊണ്ടാണ് അടിമാലി പഞ്ചായത്തിൽ ഇത്രയേറെ രോഗികൾ വരുന്ന, അടിമാലി ആശുപത്രിയിൽ രോഗികൾ വരുന്നിടത്ത് ഈ OP ഉച്ചയ്ക്ക് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? OP ഉച്ചയ്ക്ക് നിർത്തുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ആദ്യം നമ്മൾ അതിനകത്ത് നമ്മുടെ അതുവരെയുള്ള സംവിധാനം അത് ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കുകയും
OP തുടങ്ങണമെന്ന ഒരു സമയം വന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത് CHSC ആണല്ലോ, അതായത് പഴയ 60 കാലഘട്ടം കിടക്കുന്ന പാറ്റേൺ സംബന്ധിച്ച് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അടിമാലി താലൂക്ക് ഹോസ്പിറ്റൽ. എന്നാൽ ബഹുനില കെട്ടിടങ്ങൾ വന്നെങ്കിൽ പോലും ഈ പറഞ്ഞ സ്ട്രെച്ചറുടെ സംവിധാനത്തിൽ ഇതുവരെ ഗവൺമെൻറ് ഒരു തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ഞങ്ങളത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു ഉച്ച കഴിഞ്ഞ ശേഷം 2 മണിക്ക് ശേഷം OP തുടങ്ങുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം മുതൽ ആലോചിച്ചു. തിരിച്ച ഈ വർഷം മുതൽ നമ്മൾ അതിന് ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഒരു OPയിൽ ഒരു എന്താണ് അവിടെ ഫണ്ടിന്റെ പ്രശ്നം വരുന്നത്? ഫണ്ടിൻ്റെ പ്രശ്നം ഞങ്ങൾ തന്നെ പിന്നെ ഫണ്ട് അല്ല, ഗവൺമെൻറ് ഉച്ച കഴിഞ്ഞ് OP ഇട്ടാൽ ഫണ്ട് കൂടുതൽ വരുന്നത് എന്തുകൊണ്ട്? പ്രത്യേകിച്ച് വേറെ ഡോക്ടർ വെക്കണം, മരുന്നിന്റെ വേറെ ഡോക്ടർ വെക്കണം, വേറെ ഡോക്ടർ വെക്കണം, ഒരു സ്റ്റാഫിനെ വെക്കണം. സ്റ്റാഫിനെ വെക്കണം. അപ്പം അതോടൊപ്പം തന്നെ പിന്നെ ഫാർമസി നമ്മൾ തന്നെ താൽക്കാലികമായിട്ട് ഫാർമസി ഉണ്ട്. നിങ്ങൾക്ക് HMCക്ക് പോസ്റ്റ് ചെയ്യാലോ ഇപ്പോൾ വേണമെങ്കിൽ. HMCക്ക് പോസ്റ്റ് ചെയ്യാമെങ്കിലും ഇത്ര ശതമാനം മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നൊരു സംവിധാനം ഉണ്ട് എന്നുള്ളത്. സാമ്പത്തികം. അതോടൊപ്പം തന്നെ നമുക്കവിടെ വരുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആളുകളുടെ വരെ നമുക്കിവിടെ വരുമാനം നമുക്ക് വരുന്നല്ലോ. വരുമാനം അനുസരിച്ച് കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറേ ആളുകൾ പോസ്റ്റ് ചെയ്യാനും കുറേ ഡോക്ടർമാരെ വെക്കുവാനും നമുക്ക് കഴിയും. പ്രസിഡന്റ്, ഇപ്പോൾ ഈ ആശുപത്രിയുടെ ചുമതല ബ്ലോക്കിനാണല്ലോ. അതെ. പ്രധാനമായിട്ടും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അധികാരം നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഫണ്ട് ഉപയോഗിക്കുന്നത്, എനിക്ക് തോന്നുന്നത് 2-2.5 കോടി രൂപയോളം ഒരു ആശുപത്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടിമാലിയിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇത് മാത്രമല്ലല്ലോ ഫണ്ട്, ഗവൺമെൻറ് നേരിട്ടുള്ള ഫണ്ടും കാണും. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഖേന ഇപ്പോൾ അടിമാലി പണ്ടത്തെ കെട്ടിടമൊന്നുമല്ല, വളരെ സംവിധാനങ്ങൾ വളരെ ഇതാണ്. കയറി ചെല്ലുന്നിടത്തായാലും ലിഫ്റ്റുള്ള കെട്ടിടമുണ്ട്, അപ്പുറമായാലും വലിയ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ വലിയൊരു ആശുപത്രിയുടെ കെട്ടും മട്ടും ഒക്കെ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് വന്നു കഴിഞ്ഞു. തന്നെയല്ല, അടിമാലി മൂന്നാർ റോഡിൽ നിന്നുള്ള എൻട്രൻസ് ഇപ്പോൾ കുറേ കൂടി കാര്യക്ഷമമാക്കുകയും അവിടെയൊക്കെ ഒരു നല്ല ലുക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അങ്ങയുടെ ഭരണത്തിന് കീഴിൽ അത് അങ്ങേ അനുമോദിക്കുന്നുണ്ട് ഞാൻ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇത്ര ഗംഭീരമൊക്കെ ആയിട്ട് വരുന്നതിന്. പക്ഷേ ഇനിയും നമുക്ക് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരുണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർമാർ ഇപ്പോൾ നമുക്ക് വരാനുള്ളത് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ളത് ഓർത്തോപിക്കം ഉണ്ടെങ്കിൽ പോലെ തന്നെ ഒരാളെ കൊണ്ട് നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ഓടിയെത്താൻ കഴിയുന്നില്ല. കാരണം അതുപോലത്തെ സാർ സൂചിപ്പിച്ച പോലെ ടൂറിസ്റ്റുകളുടെയും 2 ഓർത്തോക്കാർ വേണ്ടതല്ലേ? 2 ഓർത്തോക്കാർ വേണ്ടതാണ്, ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇദ്ദേഹം ഒരാൾ ഇവിടുന്ന് റിലീവായി പോയിട്ട് വേറെ പോയതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് പകരം ആളെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പകരം ആളെ പോസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡെയിൽവേസിന് വെച്ചൂടെ? DMOക്ക് വെച്ചൂടെ? നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നതാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അടിമാലി താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ അടിമാലി മേഖലയിലേക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഡോക്ടർമാർ വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ സംവിധാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം അവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഈ മറ്റ് വലിയ സിറ്റികൾ പോലുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. നിലവിലുള്ള ഓർത്തോഡോക്ടർ തന്നെ വളരെ ക്ലേശിച്ചാണ്. എന്നാൽ അതായത് അദ്ദേഹത്തിന് നോക്കാൻ കഴിയാത്ത അത്ര കൂടുതൽ പേഷ്യൻസ് ആണ് അടിമാലിയെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഒരു നല്ല ഡോക്ടറും കൂടി ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അതുപോലെ ആളുകളുടെ ബാഹുല്യം ഉണ്ടാകും. അപ്പോൾ അത് നേരിടുന്നുണ്ട്. നമ്മുടെ ജനറൽ സർജറി വിഭാഗത്തിലുള്ള ഡോക്ടറേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇതെല്ലാം. അതായത് മറ്റേ ഇത് സർജറി വിഭാഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നല്ല നന്നായിട്ട് ഗൈനക്കോളജി വിഭാഗത്തിൽ 2 പേരുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. പ്രധാനപ്പെട്ട ഡോക്ടർ 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാർ നിലവിൽ അത്യാവശ്യം എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാർ ആദ്യം സൂചിപ്പിച്ച പോലെ 1000-1200 പേഷ്യന്റ് വരുന്ന ഹോസ്പിറ്റലിലേക്ക് ഈ പറയുന്ന ഡോക്ടർമാരുടെ ഇത് നികത്താൻ പറ്റി കഴിയില്ല. എങ്കിൽ പോലും നിലവിൽ അവിടെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ കുഴപ്പമില്ല. ഈ എക്സ്റേ യൂണിറ്റ് കുറെ കാലം പണി മുടക്കിയായിരുന്നല്ലോ പ്രസിഡന്റ്. അങ്ങനെ അടിമാലി പോലൊരു ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് പണി മുടക്കിയത് സത്യത്തിൽ സ്വകാര്യ ആളുകളെ സഹായിക്കാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആക്ഷേപം പറഞ്ഞു. ഒരിക്കലുമല്ലാതെ. കാരണം നമ്മൾ പിന്നെ എവിടുന്ന് എക്സ്റേ യൂണിറ്റ് അവിടെ മാറ്റിയത് നല്ല ഫിൽഡിങ്ങിലേക്ക് മാറ്റാൻ വേണ്ടി മാറ്റിയിരുന്നതാണ്. നമുക്ക് വേറെ ഒരു സ്ഥാപിച്ചാൽ പോലും തന്നെ നമ്മൾ അത് നല്ല രീതിയിൽ നല്ലൊരു മുറി ഉണ്ടാക്കി അവിടെ സ്ഥാപിച്ചാൽ മാത്രമാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകളെ കൊണ്ടുവന്ന് മാറ്റി സ്ഥാപിച്ചു. ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്, സൗകര്യപ്രദമായി. ഒരിക്കലും മറ്റ് പിന്നെ അതായത് പുറത്തുള്ള ഒരു പിന്നെ എക്സ്റേ യൂണിറ്റുകളെയും സഹായിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും അത് അങ്ങനെ ഒരു മനസ്സിൽ ചിന്തിച്ചിട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. ആരോപണങ്ങൾ നിഷേധിക്കും. ഒരിക്കലും ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് എപ്പോഴും സമൂഹത്തിലെ ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. പ്രസിഡന്റ്, നമുക്കിപ്പോൾ വളരെ അർജന്റായിട്ട് വേണ്ടിയിരുന്നത് കാർഡിയോളജി വിഭാഗമാണ്. അതെ. കാരണം അടിമാലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേറൊരു സ്വകാര്യ ആശുപത്രിയിലാണ് കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. നമ്മുടെ അടുത്ത് നമുക്കൊരു കാർഡിയോളജിയുടെ ഡോക്ടർ ഇല്ല. കാർഡിയോളജിയുടെ ഡോക്ടറെ ശ്രമിച്ചാൽ ഒരു പക്ഷേ കിട്ടിയേക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടും. നമുക്കൊരു കാത്ത് ലാബ് ഉണ്ട്. ആ കാത്ത് ലാബ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? കാത്ത് ലാബ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അത് കാർഡിയോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് പക്ഷേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടിരിക്കുകയാണ്.
ഇപ്പോൾ നമുക്കൊരു 12 കോടി രൂപ മുടക്കിയാണ് നമ്മൾ കാത്ത് ലാബിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് അനുബന്ധ സംവിധാനം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മളെ സംബന്ധിച്ചാൽ ഞാൻ വേറെ തരത്തിലേക്കൊന്നും കാര്യം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഈ ഭരണസമിതി വരുമ്പോൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് DMOയ്ക്ക് നിരന്തരമായി മന്ത്രി ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇവിടെ കാർഡിയോളജി വേണം, കാർഡിയോളജിക്ക് ഡോക്ടർ വേണം എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഡോക്ടറെ എടുക്കുന്ന കൂടെ DMOയ്ക്ക് നിർദ്ദേശം കൊടുത്തെന്ന് പറഞ്ഞു. DMOയെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ DMOയ്ക്ക് കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാനുള്ള വില്ലിങ്ങൾ ഡോക്ടർമാർ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുമായിട്ട് കിട്ടാത്ത കൊണ്ടും ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് വൈദ്യുതി വേണം. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പേപ്പർ കിട്ടിയിട്ടില്ല. നിലവിലുള്ള ബിൽഡിങ്ങിന് പേപ്പർ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിന് നമുക്ക് ഇതുവരെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പേപ്പർ കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഭരണസമിതിയല്ല, ഞാൻ നേരിട്ട് DMOയ്ക്കും അതോടൊപ്പം മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഓഫീസിലേക്കും നിരന്തരമായി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഇവിടെ ഒരു കാർഡിയോളജിസ്റ്റ് വരുമെന്നും കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുമെന്നും ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാർഡിയോളജി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ പിന്നെ ജീവൻ നിലനിർത്താൻ കഴിയും. തീർച്ചയായിട്ടും ഒട്ടേറെ ആളുകൾ ആദ്യമേ വന്ന് കയറുന്ന ആശുപത്രിയാണ്. അപ്പോൾ അത് തന്നെയല്ല സാമ്പത്തികമൊക്കെ ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണല്ലോ. നമ്മൾ ഈ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഇപ്പോൾ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഭക്ഷണത്തിൻ്റെ ആവാം, മറ്റെന്തെങ്കിലും മരുന്നിൻ്റെ ആവാം, ഇതിൻ്റെ ആവാം, ഈ ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. നമ്മുടെ ആശുപത്രിയിൽ ഡയാലിസിസ് അതിൻ്റെ യൂണിറ്റ് വളരെ വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. അതെ. ഇപ്പോൾ നിലവിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ആളുകൾ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്യണത് നമ്മൾ ആളുകൾ ക്രമാതീതമായി കൂടി വന്നുകൊണ്ട് ആദ്യം നമ്പർ കൊടുത്തിട്ടുള്ളവരെ മാത്രം ക്രമാതീതമായിട്ട് തന്നെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ട്. ഒരു ദിവസം എത്ര ചെയ്യാൻ പറ്റും? ഒരു ദിവസം 5 പേരൊക്കെ ചെയ്യാൻ പറ്റും. 5 പേർക്കൊക്കെ ചെയ്യാൻ പറ്റും. 5 പേര് ചെയ്യാം. അതിന് പ്രത്യേകം പരിശീലനം നേടിയ നേഴ്സ് ഉണ്ടാവണം. ഉണ്ട്. അല്ല, അതിൽ 2-3 പേരൊക്കെ വേണ്ടേ ഒരു ദിവസം? 3 പേരുണ്ട്. ഇപ്പം 3 പേരുണ്ട്. 3 പേരുണ്ട്. ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഡോക്ടറുടെ സാന്നിധ്യത്തിലാണോ ചെയ്യുന്നത്? ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത്. ഡോക്ടർ പ്രത്യേകം ഡോക്ടർ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സംവിധാനം ചെയ്ത് കൊടുക്കാനും 5 ബെഡിലുള്ളപ്പോൾ 4 ബെഡിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബെഡ് നമ്മൾ എക്സ്ട്രാ മാറ്റിയിട്ടേക്കാണ്. തികച്ചും സൗജന്യമായിട്ടാണോ? സൗജന്യമായിട്ട് തന്നെ ചെയ്യും. തികച്ചും സൗജന്യമായിട്ടാണ്. നമ്മൾ ആദ്യം പൈസ എടുക്കാൻ അത് ജീവനച്ചെങ്കിൽ പോലും അതിനകത്തൊരു ചെറിയ ഇത് കൊണ്ട് നമ്മളിപ്പോൾ ഇപ്പം നിലവിൽ അത് ഗവൺമെൻറ്റാണ് ശരിക്കും ഈ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നത്. ഡയാലിസിസ് ചെയ്യുമ്പോൾ അവരാണ് ഗവൺമെൻറ് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ തരത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അഡ്മിഷൻ ഫീസ് ഒരു 50 രൂപത്തോളം വരുന്ന. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി ഒക്കെ എങ്ങനെ നിശ്ചയിക്കും? ഡോക്ടർ നിശ്ചയിക്കുമോ? നിശ്ചയിക്കും. അവർ നമ്മൾ വരുന്ന ആളുകളെ ലിസ്റ്റിൽ കൊടുക്കുന്നതനുസരിച്ചുള്ള ആളുകൾ പ്രൈവറ്റ് ലിസ്റ്റ് തന്നെയാണ് നമ്മൾ ഡയാലിസിസ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ആശ്വാസകരമാണ്, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ഈ ഭരണസമിതി വന്നപ്പോൾ ഇത്ര ഒരു കാര്യം പെട്ടെന്ന് ജനങ്ങൾക്ക് എത്തിപ്പെടുത്തി അവർക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഈ ഭരണസമിതിക്ക് വളരെയേറെ സന്തോഷവും അതോടൊപ്പം തന്നെ ഞങ്ങൾ സംതൃപ്തരാണ്. ഇപ്പോൾ എത്ര കാലമായി അവിടെ പ്രവർത്തിക്കുന്നു? ഇപ്പം 3 മാസമാവുന്നു. 3 മാസമായിട്ടുള്ളൂ. ഡയാലിസിന് പുതിയതായി വരുന്ന ഒരു രോഗി ആരെ കാണണമെന്ന്, ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ആരെയാണ് സമീപിക്കുന്നത്? അവരാദ്യം അവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് നിർദ്ദേശിച്ചിട്ട് അവർക്ക് ചെയ്യേണ്ട ആളാണ്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പോലും നമ്മളവിടെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൂടി വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ചിത്രപരവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെയും വളരെ പ്രധാനപ്പെട്ട, അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരുണ്ടോ? അവിടെ എല്ലാം തന്നെ ഇല്ല. കാരണം അവിടെ OP 2 മണി വരെ പ്രവർത്തിക്കുന്നുള്ളൂ. അതിനുള്ള സംവിധാനങ്ങൾ മാത്രം. ബാക്കി വരുന്ന ആളുകളെല്ലാം നമുക്ക് ഇങ്ങോട്ട് റെഫർ ചെയ്യും. ഈ ഡെയിലി വേസിന് DMOയ്ക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. ആ തരത്തിൽ കുറേ പോസ്റ്റിംഗ് നടത്തിക്കൂടെ? ഞങ്ങൾ അത്തരത്തിലേക്ക് കുറച്ച് പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഡെയിലി വേസ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളായിട്ടുള്ള കുറച്ച് ഡെയിലി പോസ്റ്റിംഗ്. അപ്പോൾ NHM-ൻ്റെയും NRHM-ൻ്റെയും ഒക്കെ ആളിൽ നിന്ന് നമുക്ക് ഒരു പോസ്റ്റിംഗ് തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ 2 ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റാഫുകളെ നമ്മൾ നിയമിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ചിത്രപുരത്തില്ലല്ലോ, അടിമാലിലല്ലേ ഉള്ളൂ? അതെ, അടിമാലിൽ മാത്രമേ. അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ് അടിമാലിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു? ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ അതിനകത്ത് 6 ലക്ഷം രൂപ നമ്മൾ അതിനകത്ത് അവരുടെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് നല്ല സജ്ജീകരണത്തോടുകൂടി നല്ല മെച്യൂരിറ്റി ഉള്ള രീതിയിലുള്ള ഒരു നമ്മുടെ മോർച്ചറി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പണികളും മറ്റു കാര്യങ്ങളും നടക്കാൻ തുടങ്ങാനിരിക്കുകയാണ്. മോർച്ചറി പുതുക്കി പണം തന്നോ? അതിന്റെ തുള്ളിൽ മറ്റേ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ല മോർച്ചറിയുടെ ബാഗ് സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പദ്ധതിയിൽ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ OP ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയ തുക വാങ്ങുന്നുണ്ടല്ലോ, 5 ആണോ 10 ആണോ? അത് OPക്ക് 5 രൂപയും ക്യാഷ്വാലിറ്റി ഇത് HMC ഫണ്ടായിട്ട് ഉപയോഗിക്കുകയാണ്. HMC ഫണ്ടായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് ആശുപത്രിയുടെ വികസനത്തിനാണ് ഉപയോഗിക്കുന്നത്. ആശുപത്രി വികസനത്തിൽ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പിന്നെ തുക വരുന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പേരെ ഞങ്ങളിവിടെ നിയമിക്കാറുണ്ട്. HMC വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും.
തീർച്ചയായിട്ടും ഞങ്ങളുടെ നിങ്ങൾ സമയാസമയങ്ങളിൽ കൂടുകയും വിലയിരുത്തിയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ 3 മാസം കൂടുമ്പോഴാണ് നമുക്ക് HMs കൂടാനുള്ള ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആ തരത്തിലേക്കുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിലുള്ള എല്ലാ HMs മെമ്പർമാരെ വിളിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ മറ്റ് അനുബന്ധ എന്ത് സംവിധാനം ഉണ്ടെങ്കിൽ പോലും തന്നെ മെമ്പർമാരും നമ്മുടെ മറ്റ് അതായത് MLA പോലും ചില സമയങ്ങളിൽ നമ്മുടെ ഈ പിന്നെ നമ്മുടെ HMസിലേക്ക് വരാറുണ്ട്. അതോടൊപ്പം തന്നെ DMO വരാറുണ്ട്. പുതിയ ഒരു സൂപ്രണ്ട് വന്ന് ചാർജ് എടുത്തതായി അറിഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ. അതെ. അദ്ദേഹം സൂപ്രണ്ടായി വന്ന് ചാർജ് എടുക്കുക. അത് ഇവിടെ നിലവിലുള്ളവരാരും സൂപ്രണ്ട് ചാർജ് വഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്? അല്ല, അതുകൊണ്ട് മാത്രമല്ല. കാരണം ഇവിടെ നിലവിലുണ്ടായ സൂപ്രണ്ടായിരുന്ന ഇദ്ദേഹത്തിന് സൂപ്രണ്ട് ചാർജും അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഫിസിഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഒരാളാണ് തന്നെയാണ്. അടിമാലി പോലുള്ള താലൂക്ക് ആശുപത്രിയിൽ ഒരു സൂപ്രണ്ട് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സൂപ്രണ്ട് എക്സ്ട്രാ സൂപ്രണ്ടായിട്ട് തന്നെ അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സൂപ്രണ്ടായിട്ട് തന്നെ വേണമെന്ന ആവശ്യം നേരത്തെ മുതലേ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സൂപ്രണ്ടായിട്ട് തന്നെ ഒരാളെ നമ്മൾ നിയമിക്കുകയും ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പോലും തൃപ്തികരമായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തു. യെസ്. ഇല്ലേ? അപ്പോൾ തൃപ്തികരമായിട്ടാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുക. അദ്ദേഹം കേൾക്കുമായിരിക്കുമല്ലോ ഇത്. ഞാൻ അവസാനമായി അങ്ങോട്ട് ചോദിക്കുകയാണ്, നമുക്ക് ആംബുലൻസ് സൗകര്യങ്ങൾ ഉണ്ടല്ലോ, ഒട്ടേറെ രോഗികളെ നമുക്ക് താഴോട്ട് കൊണ്ടുകൊണ്ട് വരും. പലപ്പോഴും വളരെ മാരകമായോ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ രോഗങ്ങൾ വരുന്ന പലപ്പോഴും നമുക്ക് താഴോട്ട് റെഫർ ചെയ്യാണല്ലോ പതിവ്. അതെ. അങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് എത്ര ആംബുലൻസ് നമുക്ക് നിലവിലുണ്ട്? നിലവിൽ നമുക്ക് 2 ആംബുലൻസ് ഉണ്ട് അവിടെ. അത് ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആണോ? അത് എല്ലാ സമയത്തും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ചിലപ്പോൾ നമ്മൾ 3 ആംബുലൻസിലും 3 സ്ഥലത്തേക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ പോയിട്ട് തിരിച്ചു വന്ന ശേഷം മാത്രമേ പിന്നെ അങ്ങനെ വരുന്ന സാഹചര്യം മാത്രമാണ് പുറത്തുനിന്ന് നമ്മൾ ആംബുലൻസ് വിളിക്കാറുള്ളൂ. 2 ആംബുലൻസിനും ഡ്രൈവർമാരുണ്ട്. 2 ആംബുലൻസിനും ഡ്രൈവർമാരുണ്ട്. 2 ആംബുലൻസുണ്ട്. ഒന്ന് നമുക്ക് ICU ആംബുലൻസ് ഉണ്ട്, ഒന്ന് ഒരു പിന്നെ ചെറിയൊരു ആംബുലൻസ്. 3 ആംബുലൻസ് നിലവിൽ നമുക്കുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങളിൽ എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒരിക്കലും എന്താ പറയുക, ഇത് ഞാനിപ്പോൾ മാധ്യമങ്ങളോട് തന്നെ പറയുന്നത് പോലും ചില മാധ്യമങ്ങൾ വാർത്ത വന്നിരുന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് ഭരണസമിതി അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കുള്ള തരത്തിലേക്ക് നമ്മൾ ആംബുലൻസ് കൊടുക്കുകയും അത് ജനങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ എല്ലാം ശരി എന്ന് പറഞ്ഞാൽ പോലും എവിടെയും ഏത് ഭരണകർത്താവിൽ നിന്നാലും ഒരു വാഹനം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഞങ്ങൾ നികത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ചിലവഴിക്കാനുള്ള പൈസ തീർച്ചയായിട്ടും വളരെ പ്രൊഡക്റ്റീവായി അത് ചിലവഴിക്കാനും ഒപ്പം തന്നെ വരും വർഷത്തേക്ക് ഗവൺമെൻറ് വിലയിരുത്തിയിട്ടുള്ള തുക വളരെ നല്ല നിലയിൽ വിനിയോഗിക്കാനും ആശുപത്രി വികസനത്തിനും മറ്റ് പശ്ചാത്തല മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഒക്കെ നന്നായി വിനിയോഗിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തുന്നതിനും ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച വളരെ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തതിന് മീഡിയൻ്റെ നന്ദി. സാധാരണ ജനങ്ങൾ പ്രത്യക്ഷമായി ബന്ധപ്പെടുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? ഈ ചർച്ച കഴിയുമ്പോൾ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യമാവും. ജനങ്ങളിലേക്ക് എത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ട്. അത് നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയേ വേണ്ടൂ. നന്ദി, നമസ്കാരം.